അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് വളരെ വലിയ വർദ്ധിച്ച ഈമാനിക ആവേശത്തോടുകൂടെയും തവക്കുലിൻ്റെ ആലാമർത്തബയിൽ നിലകൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നത്തെ എൻ്റെ ഈ സംസാരം പ്രത്യേകിച്ച് നമ്മുടെ ആദരണീയരായ കരടിൻ്റെ കഷ്ണങ്ങളായ പ്രവാസി സുഹൃത്തുക്കളോടും അവരുടെ വീട്ടുകാരോടും അവരുടെ ഭാര്യ മക്കളോടും ഉമ്മവാപ്പമാരോടുമൊക്കെയാണ്. സഹോദരങ്ങളെ, പ്രവാസി സഹോദരങ്ങൾ വളരെ വലിയ മാനസിക പ്രയാസങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഅ്മിനായ ഒരു മനുഷ്യൻ അനുകൂലവും പ്രതികൂലവുമായ ഏതു സാഹചര്യങ്ങളെയും വകഞ്ഞുമാറ്റി മുന്നോട്ട് പോകാൻ പരിശീലനം സിദ്ധിച്ചവനായിരിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. രോഗഭീതി നമ്മളെ ആകമാനം ഇന്ന് വലയം ചെയ്തിരിക്കുന്നു. സൂക്ഷിക്കൽ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആവശ്യമില്ലാത്ത ഭീതി, പേടി കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ മരിക്കാനുള്ളവരും നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാനുള്ളവരും തന്നെയാണ്. എന്നാൽ ദീർഘായുസ്സിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ദീർഘായുസ്സിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും വേണം. നമ്മൾ കോവിഡിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതിനു പകരം അള്ളാഹുവിൻ്റെ വിധിയെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നവരാവണം. വിധിയെ അഡ്ജസ്റ്റ് ചെയ്ത് വിധിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് അള്ളാഹുവിനോട് സംതൃപ്തി രേഖപ്പെടുത്തി മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് തന്നെ വളരെ വ്യക്തമായി മനുഷ്യനെ പരീക്ഷണത്തിന് വേണ്ടിയാണ് പടച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പരീക്ഷണം കഴിയുമ്പോൾ മറ്റൊരു പരീക്ഷണം, അത് നമ്മുടെ കൂടെപ്പിറപ്പാണ്, അത് നമുക്കുണ്ടായിരിക്കും, അത് മുഅ്മിനായൊരു മനുഷ്യൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് എന്ന ബോധത്തോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. പലപ്പോഴും പ്രവാസി സഹോദരങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ഒറ്റപ്പെടലിൻ്റെ മാനസികാവസ്ഥയാണ്. അഥവാ ക്വാറന്റൈനിൽ പോവേണ്ടി വന്നാൽ പറയുകയും വേണ്ട, ആരുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേകമായൊരവസ്ഥ. ഒറ്റപ്പെടലിൻ്റെ മാനസിക സംഘർഷത്തെ ഇല്ലാതെയാക്കാൻ ഏകത്വത്തിൻ്റെ വലിയ ഒരു രസത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഭൂമിയിലുള്ള എല്ലാ രസങ്ങളും ഏകത്വവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. അത് നമുക്ക് അനുഭവിക്കാനുള്ള അവസരം വരുമ്പോൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തയ്യാറാകാത്തതാണ് പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നം. നിരവധി ഉദാഹരണങ്ങളിലൂടെ അതെനിക്ക് പറയാൻ വേണ്ടി പറ്റും. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രമേയം അഹദിയ്യത്താണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ആനന്ദവും അഹദിയ്യത്താണെന്ന് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ്ന ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് മുതലാളി പായയിൽ ചുരുട്ടിയിട്ട് മണലിൽ മലർത്തിക്കിടത്തി മുകളിൽ കല്ല് കയറ്റി വെച്ച് പീഡിപ്പിക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ വാക്ക് അഹദുൻ അഹദ്. അഹദിയ്യത്ത് എന്ന് പറയുന്ന ഒറ്റപ്പെടൽ എന്നത് വലിയൊരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമാകുന്നു അഹദിയ്യത്ത്. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാകുന്നു അഹദിയ്യത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ട് അതുവഴി നടന്നു പോവുകയായിരുന്ന ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഹദുനി യുൻജീക യാ ബിലാൽ. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അഹദായ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും, അഹദിയ്യത്തിൻ്റെ വിചാരം നിന്നെ രക്ഷപ്പെടുത്തും, അഹദിയ്യത്തിലേക്കുള്ള യാത്ര നിന്നെ രക്ഷപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറയാൻ കഴിയും. ഭൂമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസമാണ്
ഒറ്റപ്പെടലിന്റെ അഹദിയ്യത്തിന്റെ രസം. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിന്റെ പ്രയാസം അനുഭവിക്കുന്നവർ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് അഹദിയ്യത്തിന്റെ ആ രസത്തെ ഉൾക്കൊള്ളാൻ കഴിയും. സൂറത്തുൽ ഇഖ്ലാസ് വലിയൊരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്സിസത്തിസ് സമാവാതു വൽ അർദു അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മേലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തെ ജീവിതത്തിന്റെ രസമാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവുക എന്നതാണ് പ്രധാനപ്പെട്ട എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം. ആ സന്ദേശം ഈ സാഹചര്യത്തിലേക്ക് ഏറ്റവും അനുകൂലമായും എന്ന് ഞാൻ ആശിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രയാസമായി ഏറ്റെടുക്കുന്നതിന് പകരം രസമായി ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിലേക്ക് രണ്ടു തരങ്ങളിലാണ് വരുന്നത് എന്നാണ്. ഒന്ന് ജലാലിയത്ത് കൊണ്ടും മറ്റൊന്ന് ജമാലിയത്ത് കൊണ്ടുമാണ്. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ജലാലിയത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളാണെന്ന് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. ഏത് പരീക്ഷണങ്ങളെയും അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് സന്തോഷമാക്കുക എന്നതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വീടുണ്ട്, കുടിയുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, വാഹനമുണ്ട്, എല്ലാം സൗകര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചോനെ ഈ സൗകര്യങ്ങളൊക്കെ തന്നിട്ട് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഈ പരീക്ഷയിൽ എന്നെ നീ വിജയിപ്പിക്കണേ എന്നാണ്. എന്നാലോ എപ്പോഴും ദണ്ണും കേടുമാണ്, പ്രയാസമാണ്, പേടിയാണ്, റൂമിൽ തന്നെ പേടിയാണ്, റൂമിലുള്ളവർക്ക് തന്നെ അസുഖമുണ്ട്, കട്ടിലും അപ്പുറത്തുള്ളവർക്ക് അസുഖമുണ്ട്, ആകെ ഭയമാകുന്ന സന്ദർഭത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ ഈ പ്രയാസങ്ങൾ തന്നുകൊണ്ട് നീ എന്തിനാണ് എന്നെ പരിശോധിക്കുന്നത്? എന്നെ ഇങ്ങനെയാക്കാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ അത് തന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് അഹദിയത്തിന്റെ രസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ധാരാളമായി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ട് ഹൃദയത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തി നിർത്തണേ എന്ന് തവക്കുലിന്റെ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ കയറാൻ, അല്ലെങ്കിൽ നമുക്ക് കയറാൻ, അതാണ് ശരിയായ പ്രയോഗം, നമുക്ക് കയറാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണേ എന്ന് സാന്ദർഭികമായി പറയുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ജീവിതത്തിൽ എന്തും സംഭവിക്കാം, ആർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. ഒരുപക്ഷെ പലപ്പോഴും നേരം പുലരുന്നതുവരെ മയ്യത്തുകൾക്ക് കൂട്ടിരിക്കേണ്ടിയും വന്നേക്കാം. ജീവിതത്തിന്റെ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായേക്കാം, ഒരുപക്ഷെ നാം തന്നെ ആയേക്കാം. ആ സന്ദർഭങ്ങളിലൊക്കെ വർദ്ധിച്ച ഈമാനിക ആവേശത്തോടുകൂടി മനസ്സിനെ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ നൽകുന്ന പരീക്ഷണങ്ങളെ ഞാൻ സഹിക്കാം എന്ന് പറയുന്നതിന് പകരം നീ ചെയ്യുന്ന എനിക്ക് രഹസ്യമറിയാത്ത പ്രവർത്തനങ്ങളെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന ആനന്ദത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ പോകണേ എന്ന് നമ്മളോട് പറയാനുള്ള, നിങ്ങളോടും എന്നോടും പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു നസിഹത്തായി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വേറൊരു കാര്യം എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ. ഒരു മഖ്ലൂക്കിന്റെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരവസ്ഥ നമുക്ക് വരാത്ത നിലയിൽ ഇസ്സത്തോടുകൂടെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുകൊണ്ട് സഹോദരങ്ങളെ, വരുമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ നിലവാരത്തെ മോശമല്ലാത്ത തരത്തിലേക്ക് ചുരുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു മനുഷ്യന്റെ പ്ലാനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്തദ്ബീർ നിസ്ഫുൽ ഐഷ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പകുതിയാണ്. അത്തദ്ബീർ നിസ്ഫുൽ ഐഷ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു തന്റെ ഈഖാദുൽ ഹിമം എന്ന കിതാബിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വലിയ ചർച്ച നടത്തുന്നുണ്ട്. തസവ്വുഫിൽ ഉയർന്ന ആളുകളുടെ വലിയ ഒരു മർത്തബയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഞാനത് പറയുന്നതിൻ്റെ കാരണം,
എന്താണോ നമ്മുടെ കയ്യിൽ ഉള്ളത്, ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം നമ്മുടെ പരിധി വിട്ടുപോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ജോലി നഷ്ടപ്പെട്ടവരായിരിക്കും, റൂം വാടക കൊടുക്കാൻ കഴിയില്ലാത്തവരായിരിക്കും, ഭക്ഷണത്തിന് കഴിവില്ലാത്തവരായിരിക്കും. അത് കാരണം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, നിലവിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവർ ആയിരിക്കും. പ്രതിസന്ധികൾ പലതും വരും. വിമർശനം അതിലൊന്നാണ്. ഭക്ഷണത്തിന് പ്രയാസപ്പെടൽ അതിലൊന്നാണ്. വരുമാനമില്ലാതെയാകൽ അതിലൊന്ന് തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്ത് പ്രതീക്ഷയോടുകൂടെയുള്ള ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. നമ്മുടെ ദുആകൾക്ക് പലപ്പോഴും ഇജാബത്തില്ലാതെ വരുന്നതിന്റെ കാരണം ഇജാബത്തിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് വർദ്ധിച്ച പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൽ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ ദുആ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധ്യമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും ഒരിക്കലും വിഷമിക്കരുത്. എല്ലാ പ്രയാസങ്ങളും തീരും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ വാഖിയ ഓതാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദ. ഏതെങ്കിലും ഒരാൾ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പതിവാക്കിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥയാണ്. ഹദിയയായി ലഭിക്കുന്നതിനെ സ്വീകരിക്കാതിരിക്കേണ്ടതില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനമായിരുന്നു ഹദിയ. നബി തങ്ങൾക്ക് എന്തായിരുന്നു ജോലി? കച്ചവടത്തിന് പോയത് നുബുവത്തിന്റെ മുമ്പാണ്. ആടി നോക്കാൻ പോയത് അതിന്റെ മുമ്പാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു. അതുകൊണ്ട് ഹദിയ കിട്ടുന്നതിനെയും ഹദിയ വാങ്ങുന്നതിനെയും മോശമായി കാണേണ്ടതില്ല. അതൊരു നല്ല വരുമാനമാണ്. ഹദിയ കൊടുക്കാം, ഹദിയ വാങ്ങാം, ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം. അതുകൊണ്ട് ഹദിയ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന വലിയൊരു വഴി തന്നെയാണ്. ആ വഴിയെ നമുക്ക് മാന്യമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് സൂറത്തുൽ വാഖിയ വിടരുത്. ദാരിദ്ര്യം വരൂല, പരാജയപ്പെടൂല. ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം എന്നതാണ് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പ്രവാസി സുഹൃത്തുക്കളെ, എൻ്റെ ആത്മമിത്രങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം. വീട്ടിലേക്ക് നമ്മൾ ഫോൺ ചെയ്യും. ചില ആളുകൾക്കൊക്കെ ചിലപ്പം ഓഫർ ഉള്ളതുകൊണ്ട് വീട്ടിലേക്കുള്ള വിളി മുടങ്ങാതെ നടക്കുന്നുണ്ടായിരിക്കും, എന്നാൽ മുടങ്ങിയവരുണ്ടായിരിക്കും. വീട്ടിലേക്ക് നമ്മൾ വിളിക്കുന്ന സന്ദർഭത്തിൽ പൊതുവെ ഞാൻ പറയാറുള്ളത് പോക്കറ്റിന്റെ വിവരം ആരെയും അറിയിക്കരുത് എന്നാണ്. ഉണ്ടോ ഇല്ലയോ എന്നത് വീട്ടിൽ അറിയിക്കരുത് എന്നാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മെല്ലെ മെല്ലെ അറിയിക്കുന്നത് തന്നെയാണ് ഖൈർ. വിദേശത്തുള്ള സുഹൃത്തുക്കൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വരുമാനമില്ലെങ്കിൽ, ശമ്പളമില്ലെങ്കിൽ, രോഗത്തിന്റെ സാധ്യതകളുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ മെല്ലെ മെല്ലെ നമ്മൾ വീട്ടുകാരോട് ആ വിവരം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവസാനം പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ തുടക്കത്തിൽ പറയാൻ മടിക്കും. എങ്ങനെയപ്പം ഓലെ പ്രയാസപ്പെടുത്തുക, ഞാൻ എത്ര അടങ്ങാറായാലും ഓലിപ്പതൊന്നും അറിയണ്ട എന്ന് തീരുമാനിച്ച് പറയാതിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ സാഹചര്യത്തിൽ വിഷമം. സാധാരണ പറയരുത് എന്ന് ഞാൻ പറയാറുണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ അല്പമെങ്കിലും അവരെ അറിയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഗൾഫിക്ക് ഫോൺ ചെയ്യുമ്പോൾ മോനെ അല്ലെങ്കിൽ ഭർത്താവ്, ആങ്ങള, ബന്ധപ്പെട്ടവര് കൊറോണയൊക്കെ ഇവിടെ ഒരു ജലദോഷം പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു ചീരാപ്പുമായി ആയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അത്രയും സമാധാനപ്പെട്ട് ഇരിക്കുകയൊന്നും വേണ്ട. അവർക്ക് വല്ല അസുഖത്തിന്റെ സൂചനയും ഉണ്ടെങ്കിൽ, വരുമാനത്തിന് ജോലിക്ക് വല്ല പ്രശ്നവും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചില ഓപ്പണുകൾ, ചില തുറന്നു കൊടുക്കലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ അവർക്ക് നമ്മളോട് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങിയ തരക്കൽ നാട്ടിൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദുഃഖകരമായ ഒരു കാര്യം, ജോലി നഷ്ടപ്പെട്ട് കൂലിയില്ല, ശമ്പളമില്ല, റൂമിന്റെ വാടക കൊടുക്കാൻ കഴിയില്ല, ഭക്ഷണത്തിന് വകയില്ലാതെ അവിടെ നിൽക്കുന്നവർക്ക് ഇപ്പോഴും നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് കല്യാണത്തിന് പൈസ അയക്കണം, ഗാനത്തിന് പൈസ അയക്കണം, സാരി എടുക്കണം, ഫ്രിഡ്ജ് വാങ്ങണം എന്ന് പറയുന്ന ഉമ്മമാർ, സഹോദരിമാർ, വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ ഉണ്ട് എന്നത് വളരെ വലിയൊരു സത്യമാണ്. ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കണമെന്നാണ് അറിയാത്തത്. ഏത് മനുഷ്യനാ
ഈ സമയത്ത് പ്രയാസം അനുഭവിക്കാത്തത്? നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബക്കാർ അതിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടി തയ്യാറാവണ്ടേ? എന്നും കമ്മൽ വാങ്ങാൻ അവിടുന്ന് ഇങ്ങോട്ട് പൈസ അയച്ചു തരുന്നുണ്ടല്ലോ. ഒരിക്കൽ ഫോൺ ചെയ്യുമ്പോൾ ഒരു വാട്സപ്പിൽ ഒന്ന് ചിരിച്ചിട്ട് അവിടെ വല്ല സാമ്പത്തിക പ്രയാസം ഉണ്ടോ, റൂമിന് വാടക കൊടുക്കാനില്ലേ, അല്ലെങ്കിൽ കമ്മൽ വിറ്റിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ചു തരാം, അവിടെ പ്രയാസം ഉണ്ടെങ്കിൽ അത് തീരാനുള്ള വേണ്ടത്, കമ്മലൊക്കെ നമുക്ക് വീണ്ടും വാങ്ങാലോ എന്നൊന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ കല്യാണത്തിന് പോകാനും കാനോത്തിന് പോകാനും മുടിയളിച്ചലിനും ഒരു കുട്ടിനെ വാങ്ങാനും പൈസ അവിടുന്ന് അയക്കാൻ ആവശ്യപ്പെട്ടിട്ട് രാവിലെയും വൈകുന്നേരം ഫോൺ ചെയ്യണ തിരക്കിലാണെങ്കിൽ പ്രവാസികളോട് നമ്മൾ ചെയ്യുന്ന കൊടും ക്രൂരതയായിരിക്കും അത് എന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭിപ്രായപ്പെടേണ്ടി തോന്നുകയാണ്. കാരണം പിന്നെ ഗൾഫിൽ ജീവിക്കുന്ന, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കുടുംബത്തെ പോലെ അറിയിക്കണ്ടെന്ന് കരുതിയതുപോലെ ഒരു നല്ല മനസ്സാണ്. പക്ഷെ അത് അറിയുന്ന കുറേ ആളുകളുണ്ട്, അത് മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അവരോടൊരു മാനസിക പിന്തുണയോടുകൂടെ സംസാരിക്കാൻ, തൽക്കാലം ഇപ്പോൾ പൈസ അയക്കണ്ട, കുട്ടിയുടെ സഞ്ചയികയിൽ പൈസ ഉണ്ട്, തൽക്കാലം നമുക്ക് 2 മാസത്തിന് അത് എടുത്താൽ അത്യാവശ്യം ഒപ്പിച്ച് ജീവിക്കാൻ കഴിയും എന്ന് അങ്ങോട്ടൊന്ന് പറയാവുന്നൊരു തരത്തിലേക്ക് ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ മാറിയിട്ടില്ലെങ്കിൽ കാര്യം വളരെ കഷ്ടമായിരിക്കും എന്ന് കുറച്ച് ഗൗരവത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വലിയൊരു വിഷയമാണ്. ഇപ്പോഴും നമ്മൾ മാസാമാസം ഇങ്ങോട്ട് അയക്കണയിലൊരു കുറവും വരരുത്, എന്തെങ്കിലും കുറവ് വന്നാൽ അത് ഇങ്ങനെ കുത്തി കുത്തി പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും മാറരുത്. അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമാണ് എന്ന് നമ്മൾ സാന്ദർഭികമായും മനസ്സിലാക്കണം എന്ന് ഞാൻ എല്ലാവരോടും പറയാൻ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം, നാട്ടിലുള്ളവരോടും പറയാനുള്ള ഒരു കാര്യം, പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും, കുറച്ചൊക്കെ ഗൾഫിലുള്ളവർ ഫോൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. നാട്ടിലുള്ളവരും അവിടെ നമ്മൾ കരുതിയതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും തന്നെയാണ് ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കണം. മയ്യത്തിന് കൂട്ടിരിക്കേണ്ടി വരുന്ന റൂംമേറ്റ്സുകൾ വരെ ഉണ്ട് എന്ന സത്യത്തെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. സംഗതി മരണത്തിൻ്റെ ശതമാനം കുറവാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിയെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യം അപകടപ്പെട്ടു പോകും എന്ന് പ്രിയപ്പെട്ട ഭാര്യമാർ, മക്കൾ, ഉമ്മമാർ, പൈസയ്ക്ക് വേണ്ടി ഫോൺ ചെയ്യുന്നവർ അവർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടെങ്കിൽ തൽക്കാലം 2-3 മാസം അതുകൊണ്ട് ഒപ്പിക്കാൻ തയ്യാറാവണം എന്ന് സാന്ദർഭികമായി പറയട്ടെ. ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പ്രവാസി സഹോദരങ്ങൾ, മനസ്സിന് എപ്പോഴും ഒരു സമാധാനം ഉണ്ടാവുന്ന കാര്യമാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഹാദിമായ മനുഷ്യനെ അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തൂല. ഒരു ഹാദിമീങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഖിദ്മത്തിന്റെ മനസ്സ്, സൂറത്തുൽ മാഊനില് നിസ്കാരത്തിന് ഖുശൂ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ മാഊനില് ഫദാലിക്കല്ലദീ യദഉൽ യതീം ഖിദ്മത്താണ്, വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ ഖിദ്മത്താണ്. ഖിദ്മത്തുകളെ കുറിച്ചാണ് അപ്പുറപ്പുറം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിസ്കാരത്തിലെ ഖുശൂവിനെ പറ്റി പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു അല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിസ്കാരത്തിൽ ഖുശൂ കിട്ടാത്ത ഒരാളെ പറ്റി പറഞ്ഞത് വീട്ടുപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവർ എന്നാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഖുശൂ വരെ അള്ളാഹുവുമായുള്ള ചിന്ത, ഇലാഹിയായ ചിന്ത ഖിദ്മത്തിൽ ബന്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ, സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, താബികളുടെയും ഔലിയാക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ചരിത്രം പരിശോധിച്ചാൽ ഈ വസ്തുത നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഇലാഹിയായ സാമീപ്യം കിട്ടാൻ, നാളെ ആഖിറത്തിൽ കൂലി കിട്ടാൻ, ദുന്യവിയായ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മറികടക്കാൻ കഴിയാൻ, മാനസികമായ സന്തോഷമുണ്ടാകാൻ നമ്മൾ കഴിയും പോലെ പൊതുപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് സാന്ദർഭികമായി പറയട്ടെ. വേറൊരു കാര്യമുള്ളത്, ഇനിയിപ്പോൾ കുറേ ചാർട്ടേഡ് വിമാനങ്ങളും അല്ലാത്ത വിമാനങ്ങളൊക്കെ ആയിട്ട് കുറേ സഹോദരങ്ങൾ നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്നാൽ അവർ നേരെ ക്വാറന്റൈനിൽ പോകുന്നു. അപ്പോൾ വീണ്ടും ഒരു ഒറ്റപ്പെടലിൻ്റെ പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. നാട്ടിലെത്തി എന്ന ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. വാർപ്പിൻ്റെ മേലെ വാപ്പ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണു, വാർപ്പിൻ്റെ താഴെ കുട്ടികളിങ്ങനെ കളിച്ച് കൊണ്ട് നടക്കുന്നു, ഭാര്യ ഇങ്ങനെ ചോറും കൂട്ടാനുണ്ടാക്കുന്നു,
കോണിമക്ക് നീട്ടി വെച്ചു കൊടുത്തുങ്ങാണ്ട് അവിടെ എടുത്തോണ്ടാവാൻ പറയുന്നു. ഇതൊക്കെ ഒരു വലിയ പ്രയാസകരമായ കാര്യങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെടലിന്റെ പ്രയാസങ്ങൾ അവർ ഇപ്പോഴും നാട്ടിൽ വന്നാലും എത്തിയാലും ഒക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. വളരെ പ്രയാസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ ക്വാറന്റൈനിലിരുന്ന് ആരെയും തൊടാതെ പിടിക്കാതെ ഒക്കെ നോക്കിയാലും ഗൾഫുകാരൻ്റെ വീട്ടുകാർ നാട്ടുകാരൊക്കെ കൂടി ഒരു 2ാം നമ്പറുകാരനായിട്ടാണ് കാണുന്നത്. അവൻ്റെ അപ്പാനെ കണ്ടൂടാ, അവൻ്റെ അഞ്ചനെ കണ്ടൂടാ, അവൻ്റെ ജ്യേഷ്ഠനെ കണ്ടൂടാ, ഓലെ പെരയുന്ന ആർക്കും അങ്ങാടിക്ക് സാധനം വാങ്ങാൻ വന്നൂടാ. ഭയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ കാര്യം മറന്ന് ഭയപ്പെടരുത്. ഒരു മനുഷ്യന് തിന്നാൻ കൊടുക്കുന്നിടത്തോ അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം വാങ്ങാൻ അങ്ങാടിക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നിടത്തോ ഒന്നും ഇത്തരം ഭീതികൾ ഉണ്ടാകാൻ പാടില്ല. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, ഹാൻഡ് വാഷ് ചെയ്യണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, എല്ലാം വേണം. പക്ഷേ പ്രവാസി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നാടിൻ്റെ നട്ടെല്ലാണ്. അവരുമായി ബന്ധപ്പെടുന്നവർ, അവരുടെ കുടുംബം വരുന്നവർ വളരെ സൂക്ഷ്മതയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഓൻ്റെ വാപ്പാക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത രൂപം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊന്നും മുഅ്മിനീങ്ങൾ ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പാടില്ല. ആരും വെച്ചുറപ്പിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊന്നും കൊണ്ടുനടക്കാൻ പാടില്ല. ക്യാൻസർ രോഗിയെ നമ്മൾ നോക്കണില്ലേ? എന്തൊക്കെ രോഗമുള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ രോഗികൾ എന്ന് പറയുന്നത് അവർ സഹതാപം അർഹിക്കുന്നവരാണ്. നമ്മൾ അവരെ പരിചരിച്ചേ മതിയാകൂ. സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഭീതിപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബത്തെ പിന്നെ അകറ്റി നിർത്തുന്ന സമീപനമൊന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഗൾഫിൽ നിന്ന് വന്ന ആളെ കാണുമ്പോഴത്തേന് അയൽവാസികൾ വീട്ടിൽ ഓടി കളിക്കണ സാഹചര്യം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദൂരം വർത്താനം പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പരമാവധി ഇപ്പോൾ പറഞ്ഞത് 6 അടി വിട്ടിക്കണം എന്നല്ലേ ഉള്ളൂ. 6 അടി വിട്ട് നിന്നിട്ട് വർത്താനം പറയാൻ, ലോകം പറയാൻ, സംസാരിക്കാൻ ഒക്കെ നമ്മൾ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവസാനമായി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യകാലമാണ് ഇപ്പോൾ. ഓൺലൈൻ ക്ലാസ്സൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ കുട്ടികൾ ഓൺലൈനിൽ ക്ലാസ് തന്നെയല്ലേ കേൾക്കണതെന്ന് ഒക്കെ ഒന്ന് ഇടക്ക് നോക്കാൻ ഒഴിവുള്ളവർക്ക് വാപ്പ, അമ്മ, രക്ഷിതാക്കൾ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പേരൊക്കെ പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് കുട്ടികൾ ഓൺലൈനിൽ പാഠപുസ്തകം തന്നെ നോക്കുന്നത്, ടീച്ചർമാരും മാഷന്മാരും ഉസ്താദുമാരും ക്ലാസ് എടുക്കണത് തന്നെയല്ലേ നോക്കണത് എന്ന ഒരു നിരീക്ഷണം, അതിനുവേണ്ടി പൊതുസ്ഥലങ്ങൾ, ഡൈനിങ് ഹാൾ പോലെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് അവർക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ പ്രത്യേകമായ സൗകര്യം ചെയ്ത സ്ഥലത്ത് ഇരുന്നിട്ട് അവർ ക്ലാസ്സുകൾ കേൾക്കണം, ക്ലാസ് തന്നെയല്ലേ കേൾക്കണത് എന്നൊക്കെ ഒന്ന് നോക്കി ഉറപ്പുവരുത്തണം. അനന്തവിശാലമായ സാധ്യതകളാണ് ഇന്റർനെറ്റിന്റെ ലോകം എന്ന് പറയുന്നത്. ആരും അറിയാത്തവരല്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മത കുറവുണ്ടാവരുത്. രണ്ടാമത്തെ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കുട്ടികളൊക്കെ ഓൺലൈനിലാണെന്ന് കരുതിയിട്ട് ഗൾഫിലിരിക്കുന്ന ഭർത്താവിന്, ആങ്ങളൊക്കെ വാപ്പാക്ക് വിളിക്കാതിരിക്കുകയോ ചാറ്റ് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു ഫോൺ കോള്, നമ്മുടെ ഒരു ചാറ്റിങ്, നമ്മുടെ ഒരു വോയിസുമാണ് അവർക്കാകെയുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഓൺലൈനിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേറൊരു സമയം, രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട്, ഭർത്താക്കന്മാരോടൊക്കെ സംസാരിക്കാനുള്ള സമയം വേറെ, എല്ലാം നടക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. പ്രയാസപ്പെടരുത്. തവക്കുലിന്റെ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകണം. ശംസുൽ ഉലമ, മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു നമ്മുടെ മനസ്സിന്റെ എക്കാലത്തെയും ഒരു ഊർജമാണ്. ശംസുൽ ഉലമയുടെ പേരിൽ സ്വലാത്ത് എല്ലാം നേർച്ചയാക്കുക, യാസീനോദം നേർച്ചയാക്കുക. നമ്മുടെ മനസ്സിന് സമസ്തക്കാർക്ക് അതെന്തായാലും ഒരു ഊർജം നൽകും. അനവധി അനുഭവമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഞാൻ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്കൊന്നും കിടക്കണില്ല, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ശംസുൽ ഉലമയെ തവസ്സുൽ ചെയ്ത് നന്നായിട്ട് ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി നമ്മൾ ഫാത്തിഹ ഓതി, യാസീൻ ഓതി, സ്വലാത്ത് ചൊല്ലിയിട്ടൊക്കെ ഹദിയ ചെയ്യണം. ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് എപ്പോഴും ദുആ ചെയ്യണം. സൂറത്തുൽ വാഖിയ വിടരുത്. ഒറ്റയ്ക്കിരിക്കുന്നവർ, കുടുംബമായി ജീവിക്കുന്നവർ സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ ധാരാളമായി ചൊല്ലരുത്. ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നവർ ഒറ്റയ്ക്കിരിക്കലിന്റെ ആനന്ദം കിട്ടുന്നതിന് വേണ്ടി സൂറത്തുൽ ഇഖ്ലാസിനെ ധാരാളമായി ഓതി പതിവാക്കണം. അള്ളാഹുവുമായി അടുക്കാനാണ് അവൻ പരീക്ഷണങ്ങൾ തരുന്നത്, അള്ളാഹുവുമായി അകലാൻ വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രോഗം മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് രോഗം വരരുത് എന്നാണ് ആഗ്രഹിക്കേണ്ടത് എങ്കിലും വന്നാൽ അത് അവന് വലിയ നിഅമത്ത് തന്നെയാണ്. അതുകൊണ്ട് കാലിൽ മുള്ളു തറക്കുന്നതിന് വരെ കൂലി കിട്ടും എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മളെ നല്ല ആഗ്രഹത്തോടുകൂടി, നല്ല ചിന്തയോടുകൂടി
മനസ്സറിഞ്ഞ ദുആയോടുകൂടി അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു നമ്മളെ കൈവിടില്ല. ഓരോ പ്രയാസത്തിനും, അത് ചെറിയൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള പ്രയാസമാണെങ്കിലും അള്ളാഹു നാളെ കൂലി നൽകും. അവൻ നമ്മളെ നരകത്തിലേക്ക് വേണ്ടി പടച്ചിട്ടില്ല, അവൻ നമ്മളെ സ്വർഗത്തിലേക്ക് വേണ്ടി പടച്ചതാണ്. അതിന് അവൻ നമുക്ക് ഒരുപാട് വഴികളെ തന്നുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നമ്മൾ സ്വബറോടുകൂടി, അസ്വബറ ഇന്ദ സ്വതുമത്തില്ലൂല എന്നാണ്. പ്രയാസമില്ലാത്ത സമയത്ത് സബറിനെ കുറിച്ച് പറയാൻ നല്ല സുഖമായിരിക്കും. സബറിനെ പറ്റിയുള്ള വയലല്ലല്ലോ പ്രധാനം, അത് ഞാനാണെങ്കിലും സബർ വേണ്ട സമയത്ത് അത് ജീവിതത്തിൽ ഉണ്ടാവാനാണ് ഏറ്റവും പ്രയാസം. സബറിനെ കുറിച്ച് വയല് പറയാൻ സമ്മതിക്കാതെ അല്ല ശൈത്താൻ നമ്മളെ സ്വീപ്പാക്കുന്നത്. സബർ ആവശ്യമാകേണ്ട സമയത്ത് അത് കൽബിൽ തരാതെയാണ് അവൻ നമ്മളെ സ്വീപ്പാക്കുക. അതുകൊണ്ട് പിശാചിന് ഇടം നൽകരുത്, ഇലാഹിന് മാത്രം ഇടം നൽകുക. വർദ്ധിച്ച ഈമാനോടുകൂടെ തവക്കുലോടുകൂടെ മുന്നോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു നമ്മളെയൊക്കെ സലാമത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. ജീവിതത്തിൽ ബറക്കത്തും ഞാമത്തും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കും കുടുംബത്തിനും നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ചും അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും എല്ലാ സലാമത്തും ബറക്കത്തും ശിഫയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.